Good morning. Good morning to all. See, we continue the previous portion, tenses. This is the grammar class of Sarati, online class on. Try to understand. See, tenses continue. Last time we have learned. We learned last time up to present perfect continuous. Next comes past heading. Past. In past tense there are 4 forms. Each sentence can be divided into 4. Each tense can be divided into 4 forms. We have already learned present tense. Like that, past tense, past simple, past continuous, past perfect continuous. Now we are going to learn one by one. ഓരോന്നായിട്ട് പഠിക്കുകയാണ്. പാസ്റ്റ് സിമ്പിൾ. നെക്സ്റ്റ് ഹെഡിങ് പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റ് സിമ്പിൾ. പാസ്റ്റ് ടെൻസ് എന്ന് എഴുതിയിട്ട് പാസ്റ്റ് ടെൻസ് എന്ന് എഴുതിയിട്ട് അതിന്റെ there are 4 classification. 4 division ഉണ്ട്. One is past simple, the simple past. Second is past continuous. Third is past perfect. Fourth is past perfect continuous. In the 4 division, we are going to learn one by one. The first one is past simple. What is called past simple? An action which took place in the past. നടന്ന് കഴിഞ്ഞ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് പാസ്റ്റ് സിമ്പിൾ. ഇന്ന് നടന്നതെല്ലാം ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസവും കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഒരു 50 വർഷം മുൻപ് നടന്നാലും we can also use past simple. അപ്പോൾ an action an action took place in the past. ഒരു പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നു കഴിഞ്ഞു. നടന്നു കഴിഞ്ഞ പ്രവൃത്തിക്കാണ് പാസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കുന്നത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. An action took place in the past. Have you written India? മലയാളത്തിൽ വേണമെങ്കിൽ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു പാസ്റ്റ് സിമ്പിൾ. ഇപ്പോൾ നടന്നതല്ല, അതിനെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. യു ഹാവ് ലേൺഡ്. അപ്പോൾ നടന്നു കഴിഞ്ഞ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് പാസ്റ്റ് സിമ്പിൾ. Formula is, there is a formula. See, subject plus V2, subject plus V2. Whatever may be the subject, either singular or plural, doesn't mind. അത് പ്രശ്നമല്ല. We can apply, we can use only second form of verb in making past simple. Past simple ഉണ്ടാക്കാൻ വെബിൻ്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിച്ചാൽ മതി. We do not consider subjects either singular or plural, doesn't matter. We can use only second form of verb. Take down. In example, say
എക്സാമ്പിൾ, ഞാൻ ഇന്നലെ രവിയെ കണ്ടു. കണ്ടു, ദാറ്റ് ഈസ് പാസ്റ്റ് സിമ്പിൾ. ഞാൻ ഇന്നലെ രവിയെ കണ്ടു. ഹൗ ഡു യു റൈറ്റ് ഇറ്റ്? ഐ. നീറ്റിന്റെ പാസ്റ്റ് ടെൻസ് മെറ്റ്. മെറ്റ് രവി. രവി yesterday. Bubbies met. Here meet in the second form is used. അതായത് പാസ്റ്റ് സിമ്പിൾ ആണ്. ഞാൻ ഇന്നലെ രവിയെ കണ്ടു. അപ്പോൾ ഐ മെറ്റ് രവി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ രവിയെ കണ്ടു. ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഊട്ടി സന്ദർശിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഊട്ടി സന്ദർശിച്ചു. എങ്ങനെ എഴുതാം? സി, വി വിസിറ്റഡ്. വി വിസിറ്റഡ്. വിസിറ്റിന്റെ സെക്കൻഡ് ഫോം സന്ദർശിച്ചു. വി വിസിറ്റഡ് ഊട്ടി. ഊട്ടി ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഈ പാസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അയൽവക്സുകൾ ഉണ്ടാകും. യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലൈക്ക് ദാറ്റ്. വി വിസിറ്റഡ് ഊട്ടി ലാസ്റ്റ് വീക്ക്. ബബ് വിസിറ്റ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് സെക്കൻഡ് ഫോം വിസിറ്റഡ്. റിമെമ്പർ, അപ്പോൾ വൈൽ യൂസിങ് പാസ്റ്റ് സിമ്പിൾ വി ഷുഡ് യൂസ് സെക്കൻഡ് ഫോം ഓഫ് ബബ്. ദാറ്റ് യു ഷുഡ് റിമെമ്പർ. അതാണ് ഓർമ്മിക്കേണ്ടത്. പാസ്റ്റ് സിമ്പിൾ ഇന്ന് നടന്ന കാര്യത്തിനല്ല. ഇന്നലെ, കഴിഞ്ഞ ദിവസമോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷമോ ഇതിനിടയ്ക്കോ ഒരു 50 വർഷത്തിൻ്റെ അകത്തുള്ള പാസ്റ്റിന് ഈ ടെൻസ് ഉപയോഗിക്കാം. റിമെമ്പർ, സ്റ്റോറിയൊക്കെ എഴുതുമ്പോൾ നമ്മൾ പാസ്റ്റ് സിമ്പിളല്ലേ ഉപയോഗിക്കുന്നത് കൂടുതലും. അപ്പോൾ റിമെമ്പർ ദിസ് പോയിന്റ്. സി, അടുത്ത എക്സാമ്പിൾ. ടീച്ചർ ഇന്നലെ ഞങ്ങളെ മാത്സ് പഠിപ്പിച്ചു. എങ്ങനെ പറയാം? അധ്യാപകൻ ഞങ്ങളെ മാത്സ് പഠിപ്പിച്ചു ഇന്നലെ. എങ്ങനെ പറയാം? ടീച്ചർ. ടീച്ചറിന്റെ വാസൻസ് ആരാണ്? ടോട്ട്. Start Max. Yesterday. ഇവിടെ start is the verb. Past D2. Teacher the past tense ആണ് start. TAUGT. Teacher start us. അസ് വേണം. Teacher taught us maths yesterday. Take down this. Father, കഴിഞ്ഞ മാസം ഒരു പുതിയ കാർ മേടിച്ചു. ഹൗ യു ക്യാൻ സേ എക്സ്പ്രസ് ഇൻ പാസ്റ്റ് സിമ്പിൾ? വി ഹാവ് ടു യൂസ് പാസ്റ്റ് സിമ്പിൾ. നോ അതർ ടെൻസ് ഈസ് യൂസ്ഡ് ലൈക്ക് ദാറ്റ്. വേറെ ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ പാസ്റ്റ്. പാസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് പാസ്റ്റ് സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഫാദർ കഴിഞ്ഞ മാസം ഒരു കാർ മേടിച്ചു. എങ്ങനെ എഴുതാം? ഫാദർ മേടിക്കുക, വാങ്ങുക, ബൈ. അതിന്റെ പാസ്റ്റ് ബോട്ട്. ഫാദർ ബോട്ട് എ ന്യൂ കാർ.
You call last number. Exactly. Over here the verb is bought by the past tense. But while using past simple, we have to use, we must use second form of verb. This is what you have to keep in your mind. Remember this. While using past symbol, use second form of verb. See, another example, one more example I shall give you. ഞങ്ങൾ ഇന്നലെ ഒരു പിക്ചർ കണ്ടു. എങ്ങനെ പറയാം? We watched we saw a film yesterday. Yesterday. By the public see the past tense saw and watched ഒന്നും ഉപയോഗിക്കാം. We saw a film yesterday. One more. അവൻ ഒരു പാട്ട് പാടി. ഇവിടെ എല്ലാം വിചാരിക്കണം. എങ്ങനെ പറയാം? She sang a song. She sang a song. Verb sing in the past tense saw. ഇനി അവർ ക്രിക്കറ്റ് കളിച്ചു. They played cricket. Played. All these are past symbol. Answer. Mother washed all clothes. Mother washed the clothes. The clothes. Wash that. You can make 100 example of past symbol like that. ഇതുപോലെ ഒരു 100 എക്സാമ്പിൾ ഉണ്ടാക്കാം. Past symbol, how it can be made. How it can be made is എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കി. Use only second form of baba. Remember this point. You have written more than 6 or 7 example of past symbol. എഴുതിയിട്ടുണ്ടാ? Next comes past continuous. Past continuous. A past continuous. What is called a past continuous? ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയം വരെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. That is called a past continuous. I shall repeat it. ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയം വരെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. An action goes on in the past up to a limited time. An action which goes on in the past up to a limited time, that is called a past symbol. Write down an action
an action which goes on, continue, goes on in the past, up to a limited time. Limited time. ഒരു പ്രവൃത്തി ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയം വരെ തുടർന്നുകൊണ്ടിരിക്കും. That is called past continuous. Remember, an action which goes on in the past up to a limited time. Limited time. ഒരു സമയപരിധി വരെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. That is called past continuous. Formula is subject plus was or more plus B1 plus ing. Note down. The subject plus was or were plus B1. That is the formula of past continuous. If the subject is singular, was plus B1 plus ing. If the subject is plural, you might have written earlier. നേരത്തെ എഴുതിയിട്ടുണ്ടാകാം. Plural, what are singular and plural subject? അപ്പോൾ plural subject ആണെങ്കിൽ were plus B1 ing. Singular subject ആണെങ്കിൽ was plus even I യുടെ കൂടെയും was plus B1 plus ing. This is the term. Remember and observe it. In the example എടുക്കണം. See. അവർ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാണ്? അവർ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. How do you write it? They. അവർ. They is plural, so that were. They were. പണി ചെയ്യുക. Walking. Walking in the field. In the field. They were walking in the field. അവർ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി I was doing. Do എന്നുള്ള വർക്കിനോട് ing. I was doing my homework. Was doing is the verb, main verb. Or walking. Let us past continuous. Indicating past continuous. I was. And say she was. She was writing. And say was writing is the verb. All these are indicating. All these indicate past continuous. You know how to make a past continuous. So remember the formula. When it is used, an action which goes on in the past up to a limited time.
ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയം വരെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. അതിനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് പാസ്റ്റ് കണ്ടിന്യൂസ്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വോർ പ്ലസ് V1 പ്ലസ് ing. എക്സാമ്പിൾ യു ഹാവ് ഓൾറെഡി റിട്ടൺ, എഴുതിയിട്ടുണ്ട്. വൺ മോർ യു റൈറ്റ് ഇറ്റ്. ദി ടീച്ചർ was teaching us Hindi. The teacher was teaching us Hindi. The examples of past continuous. In a special case, when we use past continuous, another clause is attached. I will show you. Mostly past continuous used attached with a clause. ഒരു ക്ലോസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. See, when father comes, when father came, see, when father came, comma, we were watching television, TV. Then when father came in, അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ we were watching TV. ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ see, this is past simple and this one is a past continuous. അപ്പോൾ ഈ past continuous is used attached with a clause. As a clause of time what is it? See, when father came, അതൊരു ക്ലോസ് ആണ്. up to comma. We were watching television. Were watching is past continuous. This is past simple. Like that we apply, we make. ഇനി ഒരു എക്സാമ്പിൾ കൊടുത്തരാം. See, one more sentence you have to write. See, then the rain started. Comma, the children go. The children go. Children were playing. Children were playing in the field, in the ground. For more playing is past continuous. Started, that is past simple. You see, like that past continuous is attached. അതൊരു ക്ലോസിനോട് കൂടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. സിംഗിളായിട്ട് ഉപയോഗിക്കാം, എങ്കിലും we can expect past continuous. When past continuous will be used, then attached with a clause. When the rain started, that is a clause, actual clause of time one. The children were playing in the ground.
ആ വേർ ഫ്ലൈയിങ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെയാണ് പോകുന്നത് ഇംഗ്ലീഷിൽ. Then we will see, we can meet in the next class. Never miss a grammar class. ഒരിക്കലും ഗ്രാമർ ക്ലാസ് മിസ്സാകരുത്. എസ്പെഷ്യലി ടെൻസസ് ആർ ബീങ് ടോട്ട് ടു യു, പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ. So that you don't miss that classes. Okay, welcome.